താരസംഘടനയായ അമ്മ ഓരോ ദിവസം കഴിയുന്തോറും പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ നാണം കെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ മാസം ചേർന്ന ജനറൽ ബോഡിയിൽ അതിനാടകീയമായി ഭരണസമിതി ഒന്നാകെ രാജിവെച്ചു. പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതിയാണ് ഞൊടിയിടയിൽ സംഘടനയെ അനാഥമാക്കി അന്നിറങ്ങിപ്പോയത്. ഉടനടി ജനറൽ ബോഡി തന്നെ പകരം സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ജഗദീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗം രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ 9 അംഗ അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകി. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ കമ്മിറ്റിക്ക് ഭരണ ചുമതലയും നൽകി. എന്നാൽ അഡ്ഹോക് കമ്മിറ്റിക്ക് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഉൾപ്പെടെ ഓഫീസുകൾ പൂട്ടി താക്കോൽ കൈമാറാതെയായിരുന്നു രാജിവെച്ച ഭാരവാഹികൾ പോയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. താരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അടിയുമാണ് സംഘടനയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ ശ്വേതയ്ക്കും സംഘത്തിനും പാതി വഴിയിൽ രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഒരുക്കിയത്. ഇതിനുശേഷവും താരങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും നിയമ പോരാട്ടവും തുടരുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിർണായകമായ ചില നീക്കങ്ങൾ നടന്നത്. സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചു പോയ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടു. പിന്നാലെ എറണാകുളം മുൻസിഫ് കോടതി അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്ത് ഉത്തരവിറക്കി. ഇതിനു പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ രമേശ് പിഷാരടി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചെന്ന് പ്രഖ്യാപിച്ച ഒരാൾക്ക് എങ്ങനെയാണ് നിയമ പോരാട്ടം നടത്താൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടത്തിനൊന്നും ഇല്ലെന്നും കടിച്ചു തൂങ്ങാൻ താല്പര്യമില്ലെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി കഴിഞ്ഞു. പോകുന്ന പോക്കിൽ ശ്വേതയ്ക്കിട്ട് പണിയും കൊടുത്തിട്ടുണ്ട് പിഷാരടി. പെട്ടെന്ന് സംഘടനയെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടതോടെയാണ് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ രാജിവെച്ചു. കോടതി വഴി അധികാരം തിരിച്ചു വാങ്ങി പോയിരിക്കാൻ താല്പര്യമില്ല. ഈ രാജി തന്നെയാണ്. 15 ദിവസം കഴിഞ്ഞ് രാജിയല്ല എന്ന് പറഞ്ഞ് വരില്ല എന്നായിരുന്നു പിഷാരടിയുടെ പ്രതികരണം. അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശ്വേത കോടതിയെ സമീപിച്ചത്. ഒരു ഭരണസമിതി രാജിവെച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെ തുടരുന്നതാണ് കീഴ്വഴക്കമെന്നും സംഘടനയുടെ നിയമാവലിയിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തെക്കുറിച്ച് പറയുന്നില്ലെന്നും ശ്വേത വാദിക്കുന്നുണ്ട്. ഇതിനിടെ നേരത്തെ രമേശ് പിഷാരടി താനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ശ്വേതാ മേനോൻ പുറത്തുവിട്ടതും വിവാദമായി കഴിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ അഴിമതികൾ ഉൾപ്പെടെ ഈ സംഭാഷണത്തിൽ ശ്വേത ഉന്നയിക്കുന്നുണ്ട്. അതെല്ലാം തനിക്ക് അറിയാമെന്ന രീതിയിലാണ് പിഷാരടിയുടെ മറുപടിയും. ഇന്നലത്തെ കോടതി വിധിക്ക് പിന്നാലെ താരങ്ങൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് നടിമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ നാണം കെട്ട നിലയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ശ്വേതയെ എതിർക്കുന്ന ഉഷ ഹസീന, മാല പാർവതി, അൻസിബ ഹസൻ എന്നിവരെല്ലാം വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് കടുത്ത പ്രതികരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനൊപ്പം അൻസിബ നൽകിയ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുമുണ്ട്. അങ്ങനെ ആകെ കുഴഞ്ഞുമറിഞ്ഞ് ചീഞ്ഞുനാറി ദുർഗന്ധം വമിക്കുന്ന ഒരു സംഘടനയായി അമ്മ മാറിക്കഴിഞ്ഞു. 400ഓളം താരങ്ങളുള്ള ഒരു സംഘടന. ഒറ്റക്കെട്ടായി ചിരിച്ചും കളിച്ചും നടന്നിരുന്ന താരങ്ങൾ ഇപ്പോൾ പല ചേരികളായി തിരിഞ്ഞ് അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലിയും തെരുവിളിയും അടിപിടിയുമാണ്. ഇനി ഇതിന്റെ പോക്ക് എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും കഴിഞ്ഞ ദിവസം രാജിവെച്ച ശേഷം പിഷാരടി പറഞ്ഞ ആ വാക്കുകൾ കേൾക്കാം. ഒരു ജനറൽ ബോഡി മീറ്റിംഗും 1-2 സ്റ്റേജ് ഷോയും ഒക്കെ ചെയ്ത് പോകുന്ന, അല്ലാതെ റോട്ടിലിറങ്ങി സമരം ചെയ്യാനോ അവകാശങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതൊന്നും ആയിട്ടുള്ളൊരു സംഘടനയല്ലല്ലോ. ഒരു വെൽഫെയർ ചാരിറ്റബിൾ അസോസിയേഷൻ ആണ്. പറ്റുന്ന നല്ലത് സമൂഹത്തിന് ചെയ്യുന്നുണ്ട്, പറ്റുന്ന ഇതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സമൂഹത്തിന് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ വെള്ളപ്പൊക്കത്തിന് 5 കോടി രൂപ ഷോ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംഘടനയിലെ അംഗങ്ങൾ 25, 40, 50 ഒക്കെ വെച്ച് 2, 3, 4, 5 കോടി കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കോവിഡിന് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാരിറ്റിയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ കോടതി കയറ്റണമെന്നോ അതിന്റെ ഒരു സ്ഥാനത്തിന് വേണ്ടി കോടതി വഴി അത് നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ജനറൽ ബോഡി, ഇതിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അവരെന്നോട് നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. കോടതിയിൽ നിന്ന് സ്റ്റേ വന്നു, ഞാൻ മാറി. ഇനി അത് അതിന്റേതായ വഴിക്ക് പോക്കോട്ടെ. എനിക്ക് സ്ഥാനം വേണമെന്നില്ലല്ലോ പരിശ്രമിക്കാൻ. സ്ഥാനം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിന്റെ ഒരു പ്രശ്ന സാഹചര്യങ്ങളിൽ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിനൊരു സ്ഥാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വോക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാനത്ത് മാറാം, അത്രേ ഉള്ളു. ആ രാജി ഇപ്പൊ ഇനിയിപ്പോ ആർക്ക് കൊടുക്കണ്ട? അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ, അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ള. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. ഒരു കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജിയല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല. രാജി തന്നെയാണത്. കേട്ടാ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളത് ബൈലോയിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി മാറിയാലും ബാക്കിയുള്ള അംഗങ്ങൾക്ക് നിയമസഭയിൽ ഇല്ലല്ലോ. അല്ല, അഡ്വോക്കേറ്റ് കമ്മിറ്റി എന്നുള്ള ബൈലോയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു സില്ലി ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മൾ 7 മണിക്ക് മീറ്റിംഗ് കൂടുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാല് മെഴുകുതിരി എത്തിക്കണോ വിളക്ക് എത്തിക്കണോ എന്നുള്ളത് ബൈലോയിൽ ഇല്ലല്ലോ. ഇതിനൊരു പാരന്റ് ബുക്കുണ്ട്. ആ ബുക്കിൽ
അസന്നിഗ്ധ ഘട്ടങ്ങൾ എല്ലാവരും കൂടി രാജിവെച്ച് പോവായാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പെക്സ് എന്ന് പറയുന്നത് ഇതിന്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്. അവര് ഒരു തീരുമാനം എടുക്കണം, അല്ലാണ്ട് എന്താ ചെയ്യുക? അവിടെ ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ? അതിന്റെ പേര് അഡ്വോക്ക് കമ്മിറ്റിന്നോ സൗഹൃദ കൂട്ടായ്മയെന്നോ ഓൺലൈനിൽ പറയുന്ന പോലെ കുടുംബശ്രീന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ അവിടെ ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ ഒരു കമ്മിറ്റിയും അതിനൊരു തലവനും ഒക്കെ വേണ്ടേ? ഈ പർട്ടിക്കുലർ വാക്ക് ബൈലോയിൽ ഇല്ലായിരിക്കും, പക്ഷെ അങ്ങനെ ഇല്ലാത്ത ബൈലോയിൽ ബൈലോയിൽ പെടാത്ത പല സംഭവങ്ങളും ഒരു സംഘടനയിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ പാരന്റ് ബുക്ക് ഏതാണ്, അത് നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് വന്നതെന്നാണ് അവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഞാൻ ആരോടും വ്യക്തിപരമായി മാനസികമായിട്ടുള്ള ദേഷ്യമോ ശത്രുതയോ ഒന്നുമുള്ള ആളല്ല. ഞാൻ പറഞ്ഞതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു സൗഹൃദത്തിന്റെ ആക്കം വെച്ചിട്ട് ആകെ ഈ ഒരു കാര്യം എനിക്കൊരു ചെറിയ വേദന തോന്നിയുള്ളൂ, വേറൊന്നുമില്ല.